ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒഴിച്ച് കറിയാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഒഴിച്ചുകറി തയ്യാറാക്കാവുന്നതാണ്. അതിന് നമുക്ക് ആവശ്യം 2 സവാള മാത്രമാണ്. പിന്നെ ഒരു അര തക്കാളിയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 5-6 പച്ചമുളക് ഞാൻ കൂടുതൽ ചേർത്തിരിക്കുന്നത് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. അരപ്പിനായിട്ട് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയും ഒരു സ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ഒരു സ്പൂൺ ഉഴുന്നും ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് വരുന്നത്. നമ്മളിനി അരപ്പ് അരച്ചത് കൂടി ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ല മൂത്ത് വരണം. നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇത് തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ചതാണ്. ബാക്കി അരപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. സ്റ്റൗ വളരെ സിമ്മിലിട്ട് വേണം ചെയ്യാൻ. ഇതിനോടൊപ്പം ഞാൻ പുളിയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം ഞാനൊരു 2 സ്പൂൺ പുളിയില്ലാത്ത ഒരു തൈരാണ് ചേർക്കുന്നത്. 2 സ്പൂണാണ്. പുളി ഉണ്ടെങ്കിൽ നമുക്ക് പുളി യൂസ് ചെയ്യാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ഒഴിച്ചു കൂട്ടാനായതുകൊണ്ട് നമുക്ക് അധികം തിളപ്പിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് സൈഡിൽ ചെറുതായിട്ടൊരു നൊര വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സവാള കൊണ്ടുള്ള ഒഴിച്ചുകറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തത് ഏത് ഐറ്റംസ് ആയാലും, ഫിഷ് ആയാലും ഉണക്കമീനായാലും പപ്പടമായാലും കൂടി വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക.